ഗൈസ്, അതാണ് നല്ലത്. സെറ്റാണ് ഗൈസ്, നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആണ്. പിന്നെ അല്ല ഓക്കെ, അവന്മാരിപ്പോ ഇങ്ങോട്ട് വരും. അയ്യോ സിലിണ്ടറിനെ പാണ്ടാരോ തള അയ്യോ കളവികളെ ഇന്നാ പിടിച്ചോ. ഓക്കെ, അമ്മച്ചി പിടിച്ചിട്ടുണ്ട്. അപ്പാവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും ഗൈസ്. അപ്പാവ ഇപ്പൊ വരും. അതേ ഒരു നൈസ് എന്ന് പറഞ്ഞിട്ട് ഇന്നാ പിടിച്ചോ കളവാ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഓക്കെ, ഇപ്പൊ ഇങ്ങോട്ട് വരും. ആഹാ, രണ്ടുപേരും വരുന്നുണ്ട്. എന്നാ പിടിച്ചോ. ഓ ഓ ഓ എന്നാ പിടിച്ചോ. ഓക്കെ, രണ്ടുപേരും തട്ടിയിട്ടുണ്ട് മച്ചാമാരെ. നമ്മൾ 3 പേര് ഇട്ടിട്ടുണ്ട്. സിലിണ്ടറിനെ ഗ്രാൻഡ് എന്നിട്ട് നമ്മൾ വടിയായില്ല. ആട് മോഡ് നമുക്ക് വിഷയുള്ള കാര്യമില്ല കൈ. ഇതൊക്കെ കുത്തി പൊളിച്ചിട്ട് പോയി പിന്നെ അല്ല കൈ. വെൽക്കം ബാക്ക് ടു നമ്മൾ ഗ്രാനി ചാപ്റ്റർ 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഗ്രാനി 3 ഹാർഡ് മോഡിലിട്ടാണ് ഗൈസ് കളിക്കാൻ പോകുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. ചെയ്തിരിക്കും, ഒരു പ്രാവശ്യം നമ്മൾ ചാവാണ്ട് ഗൈസ്. അപ്പം 3 പേര് ഇട്ടിട്ടുണ്ട്. സിലിണ്ടറിന് ഗ്രാൻഡ് മുട്ട തലയിലെടുത്ത് ഗണ്ണുണ്ട്. എങ്കിലും നമുക്ക് വിഷയമുള്ള കാര്യമില്ല ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ലൈക്ക് എടുത്തേക്കാം. 1K ഒരു വീഡിയോ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. റൂട്ട് 50K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, ഡേ 1 നമ്മളിത് ഡേ 1 തന്നെ എസ്കേപ്പ് ആകും ഗൈസ്. പിന്നെ ഹാർഡ് മോഡ് ആയതുകൊണ്ട് സിലിണ്ടറിനൊക്കെ നമ്മളെ വേഗം കൊല്ലാൻ കഴിയും ഗൈസ്. ഈസി മോഡ് പോലെയല്ല, പെട്ടെന്ന് നമ്മൾ തട്ടിക്കളി. നമ്മൾ അധികം നേരം നോക്കിക്കാൻ പാടില്ല, കുറച്ചു നേരം പോലും നമ്മൾ നോക്കാൻ പാടില്ല. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ പോയിട്ട് ശബ്ദമാണ് ഗൈസ്. നമ്മൾ പോയി കഴിഞ്ഞാൽ റോബോട്ട് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അപ്പൊ രണ്ടുപേരും ഇങ്ങോട്ട് വരും ഗൈസ്. കളവിനെ ശബ്ദം കേൾക്കാൻ പറ്റും. അമ്മാതിരി വെച്ചാണ് ഈ സാധനം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മേലെ പോയിട്ട് ഒളിച്ചേക്കാം. ഇവിടെ ഒളിച്ച് ഗൈസ്. രണ്ടുപേരും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വളരെ തന്ത്രപരമായിട്ട് മേലോട്ട് പോകണം. ഓക്കെ, ഇപ്പൊ അവന്മാര് വരും ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കാം. അവന്മാർ കൊടുക്കുന്ന സ്പീഡാണ് ഗൈസ്. വന്ന് ഓടിക്കോ, കണ്ട വഴി ഓടിക്കുക ഗൈസ്. നമ്മളങ്ങനെ മേലോട്ട് പോവാണ്. മേലെ കുറച്ച് പണിയുണ്ട് ഗൈസ്. അവന്മാർ കൊടുക്കുന്ന സ്പീഡാണ് കേട്ടാ. പിന്നെ നമുക്ക് ഗ്രാൻഡ് പാഡ് ഗണ്ണ് എടുക്കണം. പക്ഷെ നമ്മൾ സ്ക്രീൻഷോട്ട് ഉപയോഗിക്കുന്നില്ല ഗൈസ്. ഗ്രാൻഡ് പാ ഉറങ്ങുമ്പോഴാണ് നമ്മൾ ഗണ്ണ് എടുക്കുക. ഓക്കെ, ഇത് തുറന്നിട്ടേക്ക്. നമ്മൾ മേലെ പോയിട്ട് മറ്റേ ഇതെടുക്കണം, സ്വിച്ച് എടുക്കണം, ഇലക്ട്രിക് സ്വിച്ച്. ഓക്കെ, നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഇടാം ഗൈസ്. മേലോട്ട് പോയിട്ട് മറ്റേ തേങ്ങ എടുക്കണം. തേങ്ങ നമുക്ക് മുറിക്കണം. അപ്പൊ നമ്മുടെ തേങ്ങയിനുള്ളിലാണ് മറ്റേ കോയിൻ ഉള്ളത്. ഓക്കെ, തേങ്ങ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതുവഴി പോവാം. ഇതൊക്കെ തുറക്കണം. പിന്നെ ഹാർഡ് മോഡിൽ ഗേറ്റ് എസ്കേപ്പ് വേണമെന്നുള്ള ഒരു മറക്കാതെ തന്നെ താഴെ കമന്റ് ചെയ്തോ. പിന്നെ എക്സ്ട്രീം മോഡ് ഗെയിം പ്ലേ വേണ്ട ഒരു കമന്റ് ഇട്ടോ ഗൈസ്. ഞാൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാതിരിക്കുമോ. ഓക്കെ, നമുക്ക് അടി പോവാം. ഷെഡിന്റെ ബാക്കിലാണ് നമ്മുടെ പ്ലാങ്ക് ഉള്ളത് ഗൈസ്. നമുക്ക് പ്ലാങ്ക് ഇല്ലാണ്ട് നമ്മളെ ട്രെയിനിന്റെ ആക്സിലേറ്റർ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കി അടി പോവാം ഗൈസ്. നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. കാരണം കള്ളക്കളവിനിച്ചിരി സീനാണ്. ഇവിടെ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പൊ ഏതായാലും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ തേങ്ങ നമ്മുടെ ഗില്ലറ്റിൽ വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ തേങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷെഡിന്റെ ബാക്കിൽ പോയിട്ട് നമ്മുടെ പ്ലാങ്ക് എടുക്കണം. ഓക്കെ, ഇവിടെ കളവനെ കാണില്ലേ ഗൈസ്. കളവൻ ഇതിലൂടെ ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാറുണ്ട്. മൂപ്പര് കുറച്ച് സീനാണ് ഗൈസ്. വെടിവെച്ച് വരും കള്ളക്കളവൻ ഗൈസ്. എന്നാൽ ഈ കളവന്റെ അടുത്ത് ആരെയും ഡബിൾ ബാരൽ ഗണ്ണൊക്കെ കൊടുത്തേ ഗൈസ്. എന്നാൽ നിങ്ങൾ ആരായിരിക്കും കൊടുത്തത്? അപ്പൊ മൂപ്പര് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി നമുക്ക് പോവാ ഗൈസ്. നമ്മുടെ ട്രെയിനിന്റെ കീ കാക്കേന്റെ അടുത്താണ് ഗൈസ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ കാക്കേനെ തൂക്കും. അവിടെ നമ്മളെ ഡോർ തുറന്നു വെച്ചാൽ നന്നായി കേട്ടോ. അപ്പാപ്പ മേലോട്ട് പോയി. മൂപ്പര് മേലെ കിടന്നുറങ്ങാൻ പോയതാണ്. നമുക്ക് പോയി വെക്കാം ഗൈസ്. അപ്പാപ്പ ഉറങ്ങാണെങ്കിൽ പൊളിച്ച് ഗൈസ്. നമുക്ക് ഗണ്ണെടുക്കാൻ പറ്റും. അവിടെ മൂപ്പര് അങ്ങോട്ടല്ലേ പോയത്, മൂപ്പര് വേറെ ഇങ്ങോട്ടാണ് ഗൈസ് പോയത്. കള്ളക്കളവേ ഗൈസ്. മൂപ്പര് ഉറങ്ങുമ്പോൾ ഗണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടെണ്ണത്തിന് പൂശാം, കാക്കേനൊക്കെ പൂശാൻ പറ്റും. പക്ഷെ ഇപ്പൊ മൂപ്പര് അങ്ങോട്ടല്ലേ പോയത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ പ്ലാങ്ക് കൊണ്ടിടാം. എന്നിട്ട് ഗൈസ് ഈ സ്വിച്ച് എടുത്തിട്ട് മുങ്ങാം. ഈ സ്വിച്ച് അടി കൊണ്ടിടാം. എന്നിട്ട് നമ്മൾ മേലെ വന്നിട്ട് പ്ലാങ്ക് എടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടി പോവുക ഗൈസ്. അടി പോയിട്ട് നമ്മൾ എന്താ പറയുക, സ്വിച്ച് ഇപ്പോൾ വെക്കണ്ട, അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. കാരണം വെക്കുമ്പോഴത്തേക്ക് അവന്മാർ ഇവിടെ അടിച്ചു കളി. അതുകൊണ്ട് ഇവിടെ എറിയാം. ഓക്കെ, ഇപ്പൊ റോബോട്ട് ശബ്ദം ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ പോയി ഒളിച്ചേക്കാം. ഓക്കെ, അവന്മാർ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓക്കെ ഗൈസ്, രണ്ടെണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് മേലോട്ട് പോകുക ഗൈസ്. ഇനി നമുക്ക് മേലെ പോയിട്ട് മറ്റേ പ്ലാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് ആക്സിലേറ്റർ ഒക്കെ എടുക്കണം. ഓക്കെ ഗൈസ്, അവന്മാർക്ക് പിന്നെ പണ്ടേ ബുദ്ധിയില്ല ഗൈസ്. ഹാർഡ് മോഡായാലും എക്സ്ട്രീം ആണെങ്കിൽ അവർക്ക് ബുദ്ധിയിൽ ഒരു മാറ്റമില്ല, സ്പീഡിൽ മാത്രമേ ഗൈസ് വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് മേലോട്ട് പോകാം. മേലോട്ട് പോയിട്ട് ഗൈസ് പ്ലാങ്ക് വെക്കണം. അപ്പൊ നമ്മൾ ഇതുവഴിയാണ് ഗൈസ് പോണത്. ഓ കള്ളക്കളവി അവിടെ ട്രാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ശ്രദ്ധിച്ച് പോകണം. നമ്മളെങ്ങനെ ട്രാപ്പിൽ കുടുങ്ങി ഗൈസ്. അത് റിമൂവ് ആകുമ്പോഴത്തേക്ക് എന്തായാലും കിളവി നമ്മളൊന്ന് അടിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, നമുക്ക് ഇതുവഴി പോകാം ഗൈസ്. നമ്മുടെ ട്രെയിനിന്റെ ആക്സിലേറ്റർ തേ കിടക്കുന്നത്, ഇത് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടിയിലേക്ക് നൈസായിട്ട് അങ്ങോട്ട് ചാടാം. ഇനി നമുക്ക് ആക്സിലേറ്റർ വെച്ച് ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അടിച്ച് ചാടാം. അതാണ് ഗൈസ് നല്ലത്. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ അപ്പാപ്പനൊന്നും ഇല്ല ഗൈസ്. സെറ്റാണ്. ഇല്ലാലോ? ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. സെറ്റാണ് ഗൈസ്, ഫുൾ സെറ്റാണ്. ഇവിടെ ഗണ്ണിന്റെ ആം അവിടെ ഉണ്ട് ഗൈസ്. അത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, കോയിൻ ഇവിടെ ഉണ്ട്. നൈസായിട്ട് പോവാം.
ഓക്കെ, ഇവിടെ ആരുമില്ല ഗൈസ്. കളവൻ ഇതിലൂടെ നടക്കാറുണ്ട്, അതാണ് ഗൈസ് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് പോകുന്നത്. കളവൻ കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. ഇവിടെ ഇപ്പം ആരെയും കാണാനില്ല. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ ട്രെയിനിന്റെ ആക്സിലേറ്റർ ഉണ്ടല്ലോ, അടി കൊണ്ടുപോയിടാം, എന്നിട്ട് മേലോട്ട് വരാം. ഓക്കെ, അടി പോയി ഗൈസ്, സെറ്റാണ്. ഓ, സിലിണ്ടറിന് വന്നിട്ടാ, സിലിണ്ടറിന് വന്ന് എന്റെ മോനെ ഗൈസ്. ആ പാവേനെ സിലിണ്ടറിനെ കൊടുത്തു, സിലിണ്ടറിനെ പോകും ഗൈസ്. നമ്മള് ഭാവിയൊന്നും കൊടുക്കുന്നില്ല, സിലിണ്ടർ ഇരിക്കട്ടെ, നമുക്ക് വിഷയമില്ല ഗൈസ്. ഇനി നമുക്ക് അടി പോവാം. ഓക്കെ, അടി പോയിട്ട് നേരെ ഡ്രോപ്പ് ചെയ്യുക, ഒളിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പം ആ റോബോട്ട് വെച്ചുണ്ടാക്കും ഗൈസ്. റോബോട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഉപകാരമാണ്, കാരണം അത് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടുപേരും അടി പോയിട്ട് നമുക്ക് സുഖമായിട്ട് മേലോട്ട് പോകാമല്ലോ. ഓക്കെ, ഇപ്പൊ അവന്മാര് വരും. ഓക്കെ, കിളവി അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പാപ്പനും കൂടെ അങ്ങോട്ട് പോട്ടെ, അപ്പൊ നമുക്ക് മേലോട്ട് പോവാം. കിളവന്റെ അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് നൈസായിട്ട് കൊടുത്ത് മുങ്ങ ഗൈസ്. ഒരു സീനുമില്ല ഗൈസ്. പോകുമ്പോണ്ടല്ലോ ഇത് അടച്ചിട്ട് പോവാം ഗൈസ്, വെറുതെ രസം. ഇനി നമുക്ക് മേലോട്ട് പോയിട്ട് നമ്മുടെ കോയിൻ എടുക്കണം. പക്ഷേ നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ഡേ വണ്ണിൽ തന്നെ എസ്കേപ്പ് ആകും, ഒരു പ്രാവശ്യം പോലും ചാവില്ല ഗൈസ്. കാരണം നമ്മളാണ് ഗൈസ് കളിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കോയിനിങ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കോയിൻ ഇവിടെയാണ് ഇട്ടത് ഗൈസ്. നമ്മൾ തേങ്ങ മുറിച്ചിട്ട് ഇതെടുത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കോയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി പോവാ ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡ് പേ ഗൈസ് ഇപ്പൊ അടിയിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ കോയിൻ എടുത്ത് അടി പോകുന്നത് നല്ല കാര്യമല്ല ഗൈസ്. അടി പോയി നമ്മളെ പണി പാളും. മേലെ നമുക്ക് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുക ഗൈസ്, അതാണ് നല്ലത്. അതാകുമ്പോൾ കളവ എന്തായാലും ഇവിടെ ഉറങ്ങാൻ വരും, അപ്പൊ നമുക്ക് ഗണ്ണെടുക്കാൻ പറ്റും, പൊളിയാണ്. ഓക്കെ, നമ്മള് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ കളവ ഇങ്ങോട്ട് വരും, കളവ വന്നാൽ നമുക്ക് ഗണ്ണിട്ട് സെറ്റാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് ആദ്യം പോയിട്ട് കാക്കാൻ എടുക്കണം. ഓക്കെ, അപ്പാവൻ വരുന്നുണ്ട് ഗൈസ്. സെറ്റ് മൂപ്പരിറങ്ങി എന്റെ പോലെ ഗണ്ണിട്ടി. ഓക്കെ, സിനിമക്ക് വേറെ മേലോട്ട് കള്ള കാക്കനെ തൂക്കണം. ഓക്കെ, കളവിനെ എവിടെയും കാണാനില്ല, നമുക്ക് നൈസായിട്ട് മേലോട്ട്. ഓ, സിലിണ്ടറിനെ കള്ള വാഴ. ഓക്കെ, നമ്മുടെ കാക്കേൻ്റെ അടുത്താണ് ട്രെയിനിക്ക് ഉള്ളത്, അതുകൊണ്ട് കാക്കേനെ തട്ടിയേ പറ്റും നമുക്ക്. കാക്കേനെ തട്ടി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ദേഷ്യം വരും, രണ്ടുപേരും കണ്ണൊക്കെ ചോദിച്ച് വരും. എങ്കിലും നമുക്ക് സീനില്ല, അങ്ങോട്ട് തട്ടിക്കളയാം. ഇന്ന് പിടിച്ചോ. ഓക്കെ, കാക്ക വെടി. ഇനി നമുക്ക് ഈ ഗണ്ണ് വിടണം, എന്നിട്ട് ട്രെയിനിക്ക് അടിയിലേക്ക് വലിച്ചെറിയണം. ഓക്കെ, ട്രെയിനിക്ക് എടുക്കാം സുഹൃത്തുക്കളെ. നമ്മൾ ട്രെയിനിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടിയിലേക്ക് ഇടാം ഗൈസ്. അവന്മാരിപ്പോ എന്തായാലും നമ്മളെ ചേസ് ചെയ്ത് വരും ഗൈസ്. നമ്മൾ എവിടെ പോകുന്ന അവിടെയൊക്കെ അവന്മാർ വരും, ഇതിന്റെ മേലെ കയറി വരില്ല എന്നുള്ളൂ. ഓക്കെ, അടിയിലേക്ക് ഇറങ്ങി നമ്മൾ തീരുമാനമാവും. പക്ഷേ ഗൈസ് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇന്നല്ല, അടിയിലേക്ക് പോയിട്ട് അവന്മാരെ ഇറക്കണം ഗൈസ്. ഒറ്റ ഏമ ഉള്ളൂ, ഏമ ഇവിടെ ഉണ്ടാവും. ഡോർ ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഇവിടുന്ന് ഏമ എടുക്കാം. ഓക്കെ, നമ്മള് ഏമ എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണായി. ഇനി നമുക്ക് അടി പോവാം ഗൈസ്. അടി പോയിട്ട് രണ്ടുപേരും ഇറക്കാം ഗൈസ്, അതാണ് നല്ലത്. സെറ്റാണ് ഗൈസ്, നമ്മള് ഫുള്ളി പ്ലാൻഡ് ആണ്, പിന്നെ അല്ല. ഓക്കെ, അവന്മാരിപ്പോ ഇങ്ങോട്ട് വരും. അയ്യോ, സിലിണ്ടറെ പാണ്ടാരോ തള്ള അയ്യോ, കളവി എന്നാ പിടിച്ചോ. ഓക്കെ, അമ്മച്ച് വടിയായിട്ടുണ്ട്. അപ്പാപ്പൻ ഇപ്പൊ ഇങ്ങോട്ട് വരും ഗൈസ്. അപ്പാപ്പ ഇപ്പൊ വരും. അതേ ഒരു നൈസ് എന്ന് പറഞ്ഞിട്ട് എന്നാ പിടിച്ചോ. കളവാ, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. നമ്മൾ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ട്രെയിനിക്ക് എടുത്തിട്ട് അടി കൊണ്ടുപോയിടാം ഗൈസ്. പിന്നെ അടിയിൽ നമ്മുടെ സ്വിച്ച് ഒക്കെ അവിടെ വെക്കാനുണ്ട്. ഓക്കെ, കോയിൻ അവിടെ ഉണ്ട് ഗൈസ്. അവന്മാര് പെട്ടെന്ന് എണീക്കും ഗൈസ്. നമ്മൾ ഇലക്ട്രിക് സ്വിച്ച് ഇവിടെയാണ് ഗൈസ് നേരത്തെ ഇട്ടത്. ഇതിങ്ങെടുക്കുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. റോബോട്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, 1 2 3 അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ പോയിട്ട് നമ്മളെ ഗണ്ണെടുക്കണം. ഗൈസ്, നമ്മൾ ഗണ്ണെടുക്കാണ്ട് കളവൻ വന്ന് ഗണ്ണെടുക്കും ഗൈസ്. പിന്നെ നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും ഗൈസ്. നമ്മുടെ ഗണ്ണിൽ ആമോ ഇല്ല ഗൈസ്. നമ്മൾ നേരത്തെ അവന്മാരെ തൂക്കിയപ്പോ ആമൊക്കെ കഴിഞ്ഞ്, അപ്പൊ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഗണ്ണ് റീലോഡ് ചെയ്യണം ഗൈസ്. നമ്മൾ കിച്ചൺ നേരത്തെ ആമ ഉണ്ടായിരുന്നു, ഇവിടെ ഒരെണ്ണുണ്ട്. പക്ഷേ ഒരെണ്ണം കൊണ്ട് നമുക്ക് കാര്യമില്ല ഗൈസ്. നമുക്ക് എന്താ പറയാ, രണ്ടെണ്ണം ഇവിടുന്ന് എടുക്കാം. ആ ആമ നമുക്ക് ആവശ്യം വരും ഗൈസ്. എങ്ങനെയാണെന്ന് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഗണ്ണെടുത്തിട്ട് അടി പോകണം. അടി പോയിട്ട് അവന്മാരെ ശബ്ദം ഉണ്ടാക്കി വരുത്തിച്ചിട്ട് നമ്മൾ മേലോട്ട് തന്നെ വരണം. മേലോട്ട് വന്നിട്ട് നമുക്ക് അവന്മാരെ അലക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് അടി പോവാം ഗൈസ്. എന്താ പറയാ, അവന്മാരെ അലക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം, പിന്നെ മുങ്ങണം, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അസ്ഥിമജാനൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, നൈസായിട്ട് അങ്ങോട്ട് പൂവിന്നെ. എടാ, സിലിണ്ടറിനെടാ പണ്ടാരം. ഇവിടെ കൊണ്ട് ഇത് വലിയ ശല്യമായില്ല, നമുക്ക് ഇതിൽ അടി പോവാം ഗൈസ്. നമ്മൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഗൈസ്. നമ്മൾ സെക്കൻഡ് ചാനലിൽ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് നമുക്ക് 1K അടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒളിച്ചിട്ടുണ്ട്. അവന്മാർ ഇപ്പൊ ഇങ്ങോട്ട് വരും ഗൈസ്. ഓക്കെ, കാത്തിക്കാം. ഓ, വന്നു. അപ്പൊ നമുക്ക് കണ്ടം വഴി ഓടാം. ഓടിക്കൂ പ്രേമ ഗൈസ്. ഇനി നമുക്ക് ആ ഒരു ഏമോന്റെ ആവശ്യമുണ്ട് ഗൈസ്. എങ്ങനെയാ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് മേലോട്ട് പോകാം ഗൈസ്. മേലോട്ട് പോയിട്ട് അവന്മാരെ അലക്കാനുള്ളതാണ്. പക്ഷെ ആദ്യം നമ്മള് ഇവിടെ ഷൂട്ട് ചെയ്യണം. അതാകുമ്പോൾ കളവിൽ ചെവി വെക്കാൻ പറ്റും. ഇനി രണ്ടുപേരും കൂടെ ഓടി വരും, അപ്പൊ നമുക്ക് സുഖമായിട്ട് അവന്മാരെ വെടിവെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇങ്ങോട്ട് വരും. ആഹാ, രണ്ടുപേരും വരുന്നുണ്ട്. എന്നാ പിടിച്ചോ. എന്നാ പിടിച്ചോ. ഓക്കെ, രണ്ടുപേരും തട്ടിയിട്ടുണ്ട് മച്ചവരെ. സെറ്റാണ്. നമുക്ക് കോയിൻ എടുത്ത് മുങ്ങാം. ഓക്കെ, നമ്മൾ കോയിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ആ ഏമ നമുക്ക് എന്തായാലും ഉപകാരപ്പെട്ട്. ഇനി നമുക്ക് അടി പോവാം. അടി പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഗൈസ്. പിന്നെ ഫുള്ള് സെറ്റാണ്, വേറൊരു പണിയില്ല.
ട്രെയിനിൽ മറ്റേ ആക്സിലേറ്റർ വെക്കണം, പിന്നെ ട്രെയിനിക്ക് എടുക്കാം, എസ്കേപ്പ് ആകും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേഗം പോയിട്ട് മറ്റേ ആക്സിലേറ്റർ എടുക്കാം. ഇപ്പൊ ഈ റോബോട്ട് ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ഡോറൊക്കെ തുറന്നു തരും. ഓക്കെ, നമ്മൾ ആക്സിലേറ്റർ എടുത്തിട്ടുണ്ട്. ഒന്ന് വേഗം തുറക്കുക ചങ്ങായി. ഓക്കെ, റോബോട്ട് ഡോർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലേറ്റർ ഇവിടെ വെക്കാം ഗൈസ്. ഇനി നമുക്ക് അപ്പുറത്തെ ഡോർ ക്ലോസ് ചെയ്യാം ഗൈസ്. ഇത് തുറന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ട്രെയിനിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യാം. സെറ്റാണ് ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആകാൻ പോവാണ്. ഓക്കെ, സെറ്റ് സെറ്റ് ഗൈസ്. നമ്മളങ്ങനെ ഹാർഡ് മോഡിൽ ഒരു പ്രാവശ്യം പോലും ചാവാണ്ട് എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ 3 പേര് ഇട്ടിട്ടുണ്ട്, സിലിണ്ടറിനെ ഗ്രാൻഡ് എന്നിട്ട് നമ്മൾ വടിയായില്ല. ഹാർഡ് മോഡ് നമുക്ക് വീഴ്ചയുള്ള കാര്യമില്ല ഗൈസ്. ഇതൊക്കെ കുത്തി പൊളിച്ചിട്ട് പോയി പിന്നെ അല്ല ഗൈസ്. ഓക്കെ, അപ്പൊ എക്സ്ട്രീം മോഡ് ഗെയിം പ്ലേ വേണ്ട ഒരു മാർക്കാ തന്നെ താഴ്ക്കാൻ പറ്റിയതോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. 1K ആണ് ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിലെടുക്കാൻ ചെയ്യുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. ബൈ ഗൈസ്.